അടുത്ത കൈ തൂപ്പിച്ചേർക്കാത്തവരും തന്റെ പ്രവൃത്തി മുഖാന്തരം ദേശത്ത് ദൈവനാമം ദുഷിക്കപ്പെടുന്നതിന്റെ പേര് ചിന്തിക്കാത്തവരുമായ കൊള്ളപ്പലിശക്കാരനായ ബ്ലേഡ് ചാക്കോയുടെ ജീവിതാനുഭവം ഞങ്ങളിതാ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാൽ ഓപ്പറേഷൻ കുബേര. എന്നോട് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, OBC വരുമ്പോൾ സഹോദര വിളിയും വയസ്സോട് കുറച്ച് കരുതുന്നു. അത് സഭ വരുമ്പോൾ മാത്രം മതി. ഇതൊരു ഓഫീസാണ്. ഞങ്ങളുടെ OBC വരുമ്പോൾ ഗുഡ് മോർണിംഗ് മുതലാളി എന്ന് വേണം പറയാം. കാരണം നേരെ ആവർത്തിച്ചേക്കരുത്. അതെല്ലാം പറഞ്ഞായിരുന്നു. പറയുമ്പോൾ ഉറക്കെ പറഞ്ഞു. കർത്താവേ, രാവിലെ ഞാൻ പ്രസ്ഥാനം തുറക്കുന്നു. അനേകരെ കൂട്ടിയെടുക്കണം. എന്റെ ബിസിനസ് നല്ലോണം നടക്കുവാൻ ഒന്ന് സഹായിക്കണം. ആമേൻ. അടുത്ത ആഴ്ച സഭയിൽ മാസ്റ്റർക്ക് പറഞ്ഞേക്കാം. വിശ്വസിക്കാൻ കൊള്ളു. ചാക്കോ തോമസ്, നീ 2 ആഴ്ചയുള്ള കണക്കും കാര്യങ്ങളൊന്നും ഇതിനെ ഏൽപ്പിച്ചിട്ടില്ല. 3-4 ദിവസമായിട്ട് പറയുന്നത് റെഡിയാണ്. നിന്നെ കൊണ്ട് വൈകി പറഞ്ഞാൽ വേറെ ആളെ വെച്ചോളൂ. ഇതിന് 95 പൈസ കുറവാണെന്നുണ്ടല്ലോ മുതലാളി. അത് ഞാനും എത്ര കണക്കൂടി എനിക്ക് പിടിക്കുന്നില്ല. ആ 95 പൈസ എവിടെ പോയല്ലേ? ചിലപ്പോ മുതലാളി പിച്ചക്കാർക്ക് കൊടുത്താൽ പിച്ചക്കാർക്ക് ഞാൻ പൈസ കൊടുത്താണ്. പിച്ചക്കാർ കൊണ്ടുവന്ന് എന്റെ വലിയ എമൗണ്ട് എന്റെ കൊണ്ട് തരികയാണ്. ഞാനത് പൈസ 2 മാസം കൊണ്ട് 10 രൂപയ്ക്ക് കൊടുക്കും. ഇത് ബിസിനസ് അല്ലേ? പിന്നെ കളിയാക്കാണ്. തോമാച്ച, എനിക്ക് ഈ ദിവസങ്ങളായിട്ട് യാതൊരു മനസ്സമാധാനമില്ല. രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. യാതൊരു എന്റെ ഭാര്യയായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. രാത്രി കിടന്ന് ഉറങ്ങാൻ വരുന്നില്ല. ഞാൻ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, 10 കാശുള്ളവരും 10 ചൊറിയുള്ളവരും രാത്രി ഉറക്കമില്ല, സമാധാനമില്ല. ശരിയല്ലേ? 10 കാശുള്ളവരും രാത്രി ഒട്ടും സമാധാനം ഉറങ്ങത്തുമില്ല. അതേപോലെ തന്നെ ചൊറിഞ്ഞോട് തന്നെ ചൊറിഞ്ഞും കിടക്കും. കാളെ നോക്കി പോത്തിനെ അടിക്കുകയാണ് കേട്ടോ. ഇല്ല, ഞാനത് പണ്ടാരോ പറഞ്ഞത്. ശരി, ഈ പൈസ തന്ന പൈസ എല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ നോക്കട്ടെ. ഏത് ഫോണാണ്? ഹലോ, ആരാണ്? നിനക്ക് പേരൊന്നും അല്ലയോ? വാസു. ഏത് വാസു? അത് ഇടിവെട്ട് വാസു. എന്താണ് നിനക്ക് രാവിലെ? ഞാനിപ്പോ നമ്മുടെ റാഹേലമ്മയുടെ വീട്ടിൽ നിൽക്കുക. എന്തോ പോയിട്ട് കാര്യങ്ങളൊക്കെ സാധിച്ചോ നീ? അവര് കരഞ്ഞും പിടിഞ്ഞും ഒക്കെ നിൽക്കുക. എന്താ കാര്യം? അവര് നിങ്ങളുടെ ഒരു വിശ്വാസിയാണെന്നല്ലേ കേൾക്കുന്നത്. അവരുടെ പ്രത്യാശയും വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് അവരൊരു കുപ്പി മണ്ണെണ്ണയും തീപ്പെട്ടിയൊക്കെ ആയിട്ട് നിൽക്കുക. തീ കത്തിക്കുമെന്ന് പറഞ്ഞു. നീ ആ മണ്ണെണ്ണ പിടിച്ച് വീട്ടിൽ കൊണ്ട് അത് വിളക്കത്തിക്കാം. ഹലോ ഹലോ, അവർക്കെല്ലാം പറയാൻ കാണാം. ഫോൺ അവരെല്ലാം സാറാമ്മയ്ക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞു. ഒന്ന് കൊടുത്തേ. ഹലോ ചാക്കോച്ച. എന്താ പറഞ്ഞേ? എനിക്ക് അല്പസമയം കൂടെ തരണം. ഇത്രയും സമയം തന്നില്ലയോ? 5-6 മാസമായില്ലേ മേടിച്ചിട്ട്? ഞാൻ മുഴുവൻ കാശ് തന്നു തീർക്കാം. എന്നാ അത്? ഇവരോട് ഇവിടുന്ന് ഒന്ന് പോകാൻ പറയണം. റാഹേൽ കൊച്ചമ്മേ, പൈസ അവര് തന്നെങ്കിലും ഞാൻ തന്നെങ്കിലും പൈസ അവരുടെയാണ്. ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പൈസ മേടിച്ചിട്ട് എത്ര നാളെ? 6 മാസമായില്ലയോ? മോളെ കെട്ടിച്ചില്ലയോ? കാര്യങ്ങളൊക്കെ നടന്നില്ലയോ? ഇതാ പറയുന്നത് വിശ്വാസത്തിൽ പൈസ കടം കൊടുക്കലോ? കൊടുത്താൽ ഇങ്ങനെ. ഹലോ, നീ ഒരു കാര്യം ചെയ്യും, അവരുടെ അടുത്തൊന്നും സംസാരിക്കാനിരിക്കണ്ട. അവരെ വിളിച്ച് പുറത്ത് കളഞ്ഞിട്ട് ആ വീടും പൊട്ടി താങ്കളായിട്ട് പോകുന്നു. മുതലാളി, ഒന്നുമല്ലെങ്കിൽ അവർ നമ്മുടെ ഒരു സഹോദരിയല്ലേ? നമ്മുടെ സഭയിൽ കൂടി നമ്മുടെ ആരാധിക്കുന്ന ഒരു സഹോദരിയല്ലേ? ഇത് അവരോട് ചെയ്യാമായിരുന്നു. തോമാച്ച, നീ എന്റെ കൂടെ ഇത് സംസാരിക്കരുത്. കാശ് വേറെ, സഭ വേറെ, പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. പറഞ്ഞു കേട്ടല്ലോ, മേലിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കരുത്.
അയ്യോ എന്റെ അവരൊന്നും ചെയ്യുന്നത് പറ. ഒരു സാധുവായ സ്ത്രീയാണ്. ഞാൻ അവർക്ക് 6 മാസം ഞാൻ സമയം കൊടുത്തില്ലേ? ഇതൊരു ബിസിനസ്സാണ്. ഞാൻ പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് പോകണ്ടേ? ഞാൻ എങ്ങനെ പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് പോകും? തോമസ്, നമ്മുടെ വൈകിട്ട് നമ്മുടെ നീ ആളെ മിടുക്കനാണല്ലോ. ഇതോ മിടുക്കൻ അവിടെ കൈ നീ ഇരുന്നാട്ടെ. നീ ആളെ മിടുക്കനാണെന്ന് എനിക്ക് അറിയാം കേട്ടോ. അതോ നീ ഇരുന്നാട്ടെ. ഇല്ല, വൈകിട്ടേ ഉള്ളത്. 2 വൈകിട്ട് നമുക്ക് 2 വണ്ടി പൊക്കാൻ പോണം. ഇരുന്നാട്ടെ. ഇല്ല, കമ്മീഷൻ കൂടും. എല്ലാം കൂടെ ചേർത്ത് വരുമ്പോ കമ്മീഷൻ കൂടും. ഇവിടെ ഇരുന്നാട്ടെ. മുതലാളി വാസു ഇടിവെട്ട് വാസു നീ കണ്ടാ തോന്നുന്നില്ല കേട്ടോ. കണ്ടാ പേഴ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പേര് കേട്ടോണ്ടല്ലേ പേടിക്കുന്നത്. ഇവരുടെ മുഖത്തിൽ വെട്ടിന്റെ പാട് കണ്ടോ? കാശ് ജീവിതമെന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്താവേ വന്ന ജീവനും സ്നേഹവും തന്നെ പാസ്റ്റർ നെയ്യ് മേടിക്കട്ടെ. ഒരുപാട് നാളായിട്ട് കണ്ടിട്ട് പാസ്റ്റർ മുഖം കണ്ടിടക്ക് പൈസക്ക് ആവശ്യമുള്ളതായിട്ട് തോന്നുന്നു. പൈസക്ക് ആവശ്യമില്ല കേട്ടോ. പാസ്റ്ററിന്റെ പൈസ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഞാൻ തരാം. പലിശ അഡ്ജസ്റ്റ് ചെയ്ത് തരും. 10% മാത്രമേ പലിശ ഉള്ളൂ. പാസ്റ്റർക്ക് ഒരു സെക്യൂരിറ്റിയും വേണ്ട. പാസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പാസ്റ്റർ ഒരു അപേക്ഷയും സെൻട്രൽ പാസ്റ്റർ സൂപ്പറിന്റെ ഒരു ശുപാർശ കത്തും മാത്രം മതി. എത്ര ലക്ഷം രൂപ പാസ്റ്റർക്ക്? സഹോദര, എനിക്ക് പൈസ ഒന്നും വേണ്ട. സഹോദരൻ ഈ ചെയ്യുന്നത് ദൈവമേക്ക് നിരക്കാത്ത കാര്യമാണ്. ഞാനത് ചോദിക്കട്ടെ, ആ ലാഹലമ്മ സഹോദരിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? ഒന്നുമല്ല, സഹോദരി നമ്മുടെ സഭയിലുള്ള സഹോദരിയല്ലോ സഹോദര. അതുകൊണ്ട് ഞാൻ 6 മാസം ക്ഷമിച്ചത് ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇത് ചെയ്യുന്നത് എന്നാണ് പാസ്റ്റർ പറഞ്ഞ വചനപ്രകാരം തെറ്റാണ്. ഞാൻ പാസ്റ്റർ പറഞ്ഞു ഞാൻ വചനപ്രകാരം ചെയ്തത് തെറ്റോ ശരിയോ? ദൈവത്തിന് നിരക്കാത്ത കാര്യം പറയരുത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയമുണ്ട്. പിന്നെ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞല്ലോ, നിങ്ങളെ പോലുള്ള വിശ്വാസികൾ നമ്മുടെ സഭയിൽ ഉള്ളിടത്തോളം കാലം പുതിയ ഒരു വിശ്വാസികൾ നമ്മുടെ സഭയിൽ കടന്നു വരത്തില്ല. അതുപോയിട്ട് ഒരു ഈച്ച പോലും നമ്മുടെ സഭയിൽ കിടക്കത്തില്ല. പാസ്റ്റർ ഇത്രയും കാര്യം പറയാനാണ് ഓടിയാണ് ഇവിടം വരെ വന്നത്. പാസ്റ്റർക്ക് എന്തെല്ലാം പണികളുണ്ട്. പാസ്റ്റർ ഈ ദേശത്ത് വന്നത് ശുശ്രൂഷിക്കാൻ വന്നത് ദൈവജനത്തിനും ദൈവ മക്കൾക്കും വേണ്ടിയാണ്. ദേശത്തിറങ്ങി 4 ആത്മകളെ നോക്ക് സഭയ്ക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ എന്നെ അനുഗ്രഹിച്ചാൽ പാസ്റ്ററോട് പോകുമ്പോൾ നല്ലൊരു കൈമുടങ്ങി അങ്ങ് തരും. സഹോദരൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഈ ബിസിനസ് എന്ന് പറയുന്നത് ബൈബിൾ ഒരു പ്രമാണമില്ല. അങ്ങനെ ഈ ഇൻട്രസ്റ്റ് ബിസിനസ് പാസ്റ്റർ അറിയുമോ? ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ 5 താലന്തിനെ കുറിച്ച് പറഞ്ഞു 5 താലന്ത് ലഭിച്ചാൽ അത് പോയി 5 ഗുണം നേടി. പറഞ്ഞിട്ടില്ലേ കേട്ടോ? 2 താലന്ത് ലഭിച്ചാൽ 2 ഗുണം നേടി. 1 ലഭിച്ചാൽ എന്ത് ചെയ്തു? കൊണ്ടുപോയി കുഴിച്ചിട്ടു. അവരെ ക്രിസ്തു എന്താ പറഞ്ഞേ? മടിയനും ദുഷ്ടനുമായ ദാസനെന്ന്. ഞാനപ്പോൾ വചനപ്രകാരം ഞാൻ ചെയ്ത് തെറ്റോ ശരിയോ? എന്റെ ദൈവമക്കൾക്കൊന്നും വചനം അറിയത്തില്ലല്ലോ. നിങ്ങളും ചേർത്ത് വചനം പോട്ടരുത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മത്തായി ദൈവസന്നിധി വന്നപ്പോൾ അനാമത്തായിട്ട് നേടിയതെല്ലാം വിട്ടുകൊടുത്തതിന് ശേഷമാണ് ദൈവത്തെ അനുഗ്രഹിച്ച് ദൈവസ്ഥയെ പിൻപറ്റിയത്. ഇനി ഞാൻ പറയാം, സക്കായി ദൈവസന്നിധി വന്നതിന് ശേഷം അനാമത്തായിട്ട് എന്ത് നേടിയോ അത് പാവങ്ങൾ കൊടുത്തതിന് ശേഷമാണ് ദൈവത്തെ പിൻപറ്റിയത്. എന്ത് പ്രാർത്ഥിച്ച ദൈവം അത്ഭുതം ചെയ്യാൻ ശക്തനാണെന്ന്. ഞാനത് ചോദിക്കട്ടെ. യേശുക്രിസ്തു ഭൂമിയിലിടമ്പോൾ അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. കാനാവിലെ കല്യാണത്തിന് പച്ചവളം മീനാക്കി. സഭ ഈ ബിസിനസ് വിട്ടപ്പോ ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവം ഇന്നും അത്ഭുതം ചെയ്യും. ആ അത്ഭുതങ്ങളെ ബൈബിളിൽ വായിച്ചിട്ടുള്ള അറിവ് എല്ലാ പാസ്റ്റർക്കുള്ളൂ. ഇതിനെക്കാട്ടി വലിയ അത്ഭുതം ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അതെ, ഞങ്ങളുടെ വീട്ടിലൊരു നാടൻ പശു ഉണ്ടായിരുന്നു. അതിന് 3 ലിറ്റർ പാല് കിട്ടും. ഈ പാല് കൊണ്ട് ഞങ്ങളുടെ അമ്മ ഈ ഞങ്ങളുടെ വീടിന്റെ 4 പരിസരത്ത് 35-40 വീടുകളുണ്ട്. ഈ വീട്ടിലെല്ലാം ഓരോ ലിറ്റർ പാല് കൊടുക്കും. നല്ല പാല്. ഈ ബാക്കിയുള്ള പാല് വീട്ടിനകത്ത് ഉറയെ ഒഴിച്ച് ഒരുപാട് പേർക്ക് കൊടുക്കുകയും ചെയ്തു.
അടുത്ത അത്ഭുതം കേട്ടോ. അന്ന് 5 വയസ്സിലേക്ക് 2 നാരങ്ങ, ഒരു നാരങ്ങ അമ്മ എടുക്കും, 2 കീറും, ഒരു പീസ് എടുത്ത് പെയ്യും. ഞങ്ങൾ എത്ര മക്കളാ? 12 മക്കള്. വല്യപ്പച്ചൻ, വല്യമ്മച്ചി, അപ്പച്ചൻ, അമ്മ, 16 പേര്. ഞങ്ങൾ ആവശ്യം പോലെ ആദ്യ തീരെ കുടിക്കും. ബാക്കിയാണ് വീട്ടിലെ വേലക്കാരൻ കുടിച്ച് അധികവും വെക്കും. ബെസ്റ്റ് ഫാമിലി. ഇതിനെക്കാട്ടി വലിയ അത്ഭുതം എവിടെ നടക്കും? ഇതാണ് അത്ഭുതം. സഹോദര, ബൈബിളിനെ പ്രകാരം നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾക്ക് വചനം അറിയത്തില്ല. സാറ്റർഡേ നമ്മുടെ സഭയിലുണ്ടല്ലോ ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യും. ശനിയാഴ്ച ദിവസം നമുക്ക് അല്പം ബിസിനസ് നടക്കുന്നു. 10 പേര് വന്ന് വല്ല നക്കാൻ പറ്റിട്ട് നന്ന ആ ദിവസം പാസ് കൊടുക്കരുത്. ആ എത്രയോ പാവം പിടിച്ച ദൈവമക്കളുണ്ട്, അവരെ വിളിച്ചോണ്ട് പാസ് ദൈവജന കേൾപ്പിക്കും. എന്റെ സമയം എനിക്ക് ശരിക്കും മോശയുടെ അനുഭവമാണ് വന്നേക്കുന്നത്. വചനമൊന്നും അറിയത്തുമില്ല, മോശം നഷ്ടപ്പെട്ടതുപോലെ കേൾക്കും. ഞാനും നഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഇതിനൊക്കെ ദൈവസ്ഥലം കണക്കുപിടിക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് വചനം സമയത്ത് പഠിക്കാൻ നമ്മൾ നോക്കുക. ശരി മാസ്റ്റർ, പലപ്പോഴൊക്കെ ഇറങ്ങണം കേട്ടോ. മാസ്റ്ററൊക്കെ പറഞ്ഞിട്ട് പോയത് കേട്ടോ നീ കോച്ചാ തോമാച്ച. അല്ല മുതലാളി, ഈ യേശുവിന്റെ ഫോട്ടോ നമ്മൾ എന്തിനാ? നമ്മളൊരു വിശ്വാസിയല്ലേ? മാസ്റ്റർ പോയോ? മാസ്റ്റർ പോയി പോയോ? സഹായിക്കണം. ഇതിന്റെ ഗുഡൻസ് നിനക്കറിയത്തോ? തോമാച്ചൻ അറിയത്തില്ല. ഇത് വിട്ടേക്കുന്നത് നമുക്ക് വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ വരുന്നവരുണ്ടല്ലോ, ഈ വിശ്വാസത്തെ പുറത്തോടെ വരുന്നത്. അവർ 10 അവരുടെ സ്വർണ്ണങ്ങളും അവരുടെ ആധാരങ്ങളും എല്ലാം കൊണ്ടുതരുന്നത് ഈ വിശ്വാസത്തെ പുറത്തല്ല. നമ്മളുടെ വിശ്വാസത്തെ പുറത്തൊന്നുമല്ല. നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവൂ? അവിടെ മാസ്റ്റർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ? ഇത് പറയണം, കമ്പനി നടക്കണ്ടേ? അങ്ങനെ പറ. എനിക്ക് ജോലി ഇതൊക്കെ എന്ന് പഠിക്കും നീ? എന്തായാലും ഫ്രാൻസിസ് വരുമ്പോൾ കൊടുക്കാൻ പൈസ എടുത്ത് വെച്ചിട്ടുണ്ടോ? മുതലാളി, കാക്ക വരും. കാക്കയോ? കാവതിക്കാക്ക, ബലിക്കാക്ക, കള്ളിക്കാക്ക എന്നൊക്കെ ഉണ്ട്. ഇത് കുയിലല്ലേ? എല്ലാ മുതലാളി നമ്മുടെ, ഞാൻ പറഞ്ഞിട്ടില്ലേ കണ്ണാടി മാറ്റണമെന്ന്, ഇത് നമ്മുടെ മോജിൻ കാക്ക. ഇരുന്നാണ്ട് എന്താണ് മോജിക്ക? എന്താ വരാട്ടെ? പൈസ ആയിട്ട് ഇവിടെ 15% പലിശ. എത്ര ഉറുപ്പിക വേണം? 3 ലക്ഷം വേണ്ടി വരും. ഇതൊക്കെ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ലെ ആധാരമോ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്ന് സഹായിക്കുന്നോ മറ്റേ? ഇതെന്തിന്? ഇത് റേഷൻ കടയില്ല, ഇവിടെ 12 പാവലും മേടിക്കാൻ വന്നതാണോ? ആധാരമോ ബിസ്ക്കറ്റോ സ്വർണ്ണോ ഒക്കെ എടുക്ക്. കഴിക്കില്ലേ? സ്വർണ്ണ ബിസ്ക്കറ്റൊക്കെ ഇരിപ്പില്ലയോ? അത് നിങ്ങളുടെ കൂടെ കഴിച്ചാണ്ടാ മതി. വേറെ ആധാരം വല്ല ഉണ്ടാ? വെപ്രാളം പിടിക്കണ്ടപ്പി. 100 കാര്യങ്ങളുണ്ടപ്പി. മണലിന് സ്വർണ്ണത്തിന് എന്നാ വില എന്നറിയാമോ? എത്ര ലക്ഷം രൂപയാണെന്ന് പറഞ്ഞത്? 3 ലക്ഷം രൂപ വേണ്ടി വരും. തോമസേ, നമ്മുടെ പേരിലുള്ള എടുത്തുകൊണ്ട് കാക്കാക്കി കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കും. പലിശ 25 എഴുതിക്കുന്നത് സാധനം വേറെ. കാശ് ഇഷ്ടപ്പെടുന്ന പെൺപിള്ളെ കുട്ടികൾക്ക് സുഖമായിരിക്കുന്ന അയ്യോ ഒന്ന് പോയപ്പോ ഒപ്പിടാനോ? എനിക്ക് ഒപ്പിടാനൊന്നും അറിയില്ല. ഒപ്പിടാൻ അറിയാം, അത് മതിയാവോ? കൈ ഒപ്പിടണം. അയ്യോ അത് പറ്റൂല കേട്ടോ. ഇല്ല, അതൊക്കെ കൈ ശ്രീ വരച്ചാലും മതി. ആ പഴയ ഒപ്പ അറിയത്തില്ല, ശ്രീ കുരിശ് അറിയത്തില്ല. ഇതൊക്കെ പഠിക്കണം. തോമച്ച എടുക്കാതെ 1 വരൽ എടുത്താൽ പോരാ, 10 വരൽ. ഇത് സാധനം കുറ്റ കേസുകളാണ്. ഒറ്റ കൈ കൈ കെട്ടി എടുക്കല്ലേടാ, കാലിന് വേണ്ടി വരുമോ? ഇല്ലില്ല, അതിന്റെ എത്തിച്ചേക്കാം. എത്തിച്ചേക്കണേ, മറക്കല്ലേ. നോക്കട്ടെ, തവണകളൊക്കെ കൃത്യമായിട്ട് അടയ്ക്കണം കേട്ടോ. പൈസ വേണ്ടി കിട്ടും. നമ്മുടെ സമയം വെച്ചാൽ കേട്ടോ. ഓക്കെ. തോമച്ച കാര്യമെല്ലാം നടക്കുന്നുണ്ടല്ലോ. എന്തായാലും
അപ്പൊ നമ്മുടെ ഫ്രാൻസിൽ കൊടുക്കാൻ പൈസ എടുത്ത് വെച്ചാൽ മുതലാളി എല്ലാം എടുത്ത പൈസ മുതലാളി ഇതിനകത്ത് ആത്മാർത്ഥം കാണിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. തോമച്ച താനെന്തൊന്നും മിണ്ടാതിരിക്കുന്നേ. ഓപ്പറേഷൻ കുബേര കുമ്പളേക്ക് ഓപ്പറേഷൻ ഉണ്ടോ? അല്ല മുതലാളി, നമ്മുടെ ആഭ്യന്തരമന്ത്രി തങ്ങളുടെ സംഘമായിട്ട് നമ്മുടെ കമ്പനികളെല്ലാം പിടിക്കാൻ വന്നിരിക്കുക. ഈ പണം എന്താ പറയുന്നത്, നമ്മുടെ കമ്പനികളെല്ലാം പിടിക്കാൻ വന്നിരിക്കുക. എന്തോ ചെയ്യുന്നു? തന്നോട് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇവിടെയും കിടക്കുന്ന പത്രവും അതും ഇതൊന്നും വായിക്കരുത്. ഇത് വായിച്ചപ്പോഴേ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയേ. ഇത് മനോരമ, ഏത് മനോരമ മേല് നിർത്തത് പത്രം വായിച്ചേക്കുന്നത്. താൻ തന്നെ പേടിക്കുന്നത്? ഞാൻ ഇവിടെ വടിപോലെ പിടിക്കില്ല, പിന്നെന്താ താൻ പേടിക്കുന്നത്? മുതലാളി, അതാണ് എന്റെ ഏറ്റവും വലിയ പേടി. മുതലാളിയെ പിടിച്ചാൽ എന്നെ പിടിക്കും. പിന്നെ മുതലാളി എന്ന് തുച്ഛമായ ശമ്പളമാണോ ഞാൻ ജീവിക്കുന്നത്, എന്റെ കുടുംബം ജീവിക്കും. ഇനി ഞാനും മുതലാളി അകത്താണ്, ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നീ പേടിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യും. നമ്മുടെ പാസ് വിളിച്ചെന്ന് പറഞ്ഞേ, പാസ് ഉപസിച്ച് പ്രാർത്ഥിച്ചാൽ ഈ കാര്യത്തിൽ പെടുത്താൻ എനിക്ക് ഉറപ്പാണ്. പാസ് എനിക്ക് വിശ്വാസമാണ്. ഇല്ല, അത് നിങ്ങൾ വേണ്ടാത്ത കാണിച്ചിട്ട് പിന്നെ എന്നോട് പ്രാർത്ഥിക്കും. എന്നോട് പറയും, പാസ്റ്റോട് പറയും പ്രാർത്ഥിക്കാം. എന്നെ കൊണ്ട് പറ്റത്തില്ല. മുതലാളി പറഞ്ഞു. തോമച്ച, നീ അങ്ങനെ പറയരുത്. തോമച്ച, നിനക്ക് നമ്മുടെ കേരളത്തിലെ ഭരണതലത്തിൽ എനിക്കുള്ള സ്വാധീനങ്ങളും മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥലത്തിലും സെക്രട്ടറികളുടെ എന്റെ തലത്തിലുള്ള സ്വാധീനം തനിക്കറിയാമോ? അറിയില്ല. ഞാൻ തനിക്കറിയാമോ? മുതലാളി ആരാന്ന് എനിക്കെങ്ങനെ അറിയാം? മുതലാളി ആരാന്ന് തനിക്കൊന്നും അറിയില്ല. താങ്കൾ പഠിക്കാൻ വേണ്ടി സമയങ്ങൾ കിടക്കുന്നേ ഉള്ളൂ. കാര്യം ഞങ്ങൾ മുമ്പേ പറഞ്ഞ നാക്കെടുത്തോണ്ട് വായിട്ടതേ ഉള്ളൂ. പക്ഷെ എന്താ ചോട്ടെ, ആശൊക്കെ വീണ്ടും മോശം തോമച്ച മാസം മുഖത്തോട്ട് നോക്കിയേ. പൈസക്ക് ആവശ്യമില്ലേ? മാസം മുഖത്ത് നോക്കിയേ. പൈസൊക്കെ കാര്യമായി തോന്നുന്നു. മാസം വയറൊക്കെ കൊട്ടിയല്ലേ, ചെറുതൊക്കെ സോഡ കുപ്പിയിലായല്ലേ, എന്ത് പറ്റി? ഞങ്ങൾ എന്ത് പാസ്വേഡ് പ്രാർത്ഥിക്കാണ്ട് പിന്നെ എന്താ ഞങ്ങൾക്ക് ഇറങ്ങിയത്? പൈസ റെഡിയാണ് പാസ്സൊക്കെ. പിന്നെന്താ പാസ്? ഒരു പാവപ്പെട്ട വിധവയ സ്ത്രീയെ നിങ്ങൾ വീട്ടിൽ ഇറക്കിയിട്ടില്ലേ? ആ വീട് സ്ഥാനത്ത് ഇന്ന് ഞാൻ വന്നില്ലെങ്കിൽ നാളെ നിങ്ങൾ അവിടെ ഒരു ഫ്ലാറ്റ് പണിയും. കാരണം അവരൊന്നുമില്ലാത്തവരായി പോകും. എനിക്ക് എന്റെ സഭയിൽ എല്ലാ വിശ്വാസങ്ങളെ കുറിച്ചാണെങ്കിൽ എണ്ണമുള്ളവരാണ്. അതിനുവേണ്ടി ഞാൻ പറയാണ്, എനിക്ക് വിശ്വാസം വാങ്ങിച്ചത് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, ഞാനത് വിറ്റു. ആ കാശുമായിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. വിശ്വാസം കരുതുള്ള കേട്ടോ. പൈസ കെട്ടി നോക്കിയിട്ട് പിന്നെ പേപ്പറെല്ലാം റെഡിയാക്കി കൊടുക്കാൻ. പിന്നെ പല പാസ്സായി എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പൈസ നിനക്ക് പൈസ ഞാൻ പൈസ ചേർത്ത് എല്ലാം ഭൂത ഓർഡറാണല്ലോ മാസ്റ്ററെ. ഓക്കെ ആണല്ലോ, പൈസ എല്ലാം ഓക്കെ ആണല്ലോ. മുതലാളി, എന്റെ പേരാ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പൈസ നമ്മൾ ഇടയ്ക്കൽ സംസാരിക്കരുത്. ചില പേന കണ്ടില്ല, ഞാൻ കണ്ടായിരുന്നു. അത് ഇപ്പൊ ഈ ബസ്സിൽ കയറി ചന്തയ്ക്ക് പോയി. പലപ്പോഴും ഞാൻ പറഞ്ഞു ഇടയ്ക്കൽ സംസാരിക്കരുത്. മേലെ ആവർത്തിച്ച് കഴിഞ്ഞാൽ ഇയാളെ പിരിച്ചിട്ട് ഞാൻ ആളെ വെക്കും. ഞാൻ പറഞ്ഞേക്കാൻ പൈസ ഓക്കെ അല്ലേ? എനിക്ക് ചോദിക്കേണ്ട കാര്യമൊന്നും ഒന്നും ചോദിക്കണ്ട. ഒന്നും ചോദിക്കണ്ട. എനിക്ക് ആ പേപ്പറും അതിന്റെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗ്രിമെന്റ് തന്നേക്കാൻ ഞാൻ പൈസ മാസ്റ്റർ എല്ലാ വിശ്വാസികളും നന്മ ചെയ്യുമോ? മാസ്റ്റർ ഒരുപാട് പ്രാർത്ഥിക്കാതെ പോവാണ്. ഞാൻ ഈ പൈസ കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ, അതിനും കൊണ്ട് നിങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. താമസിക്കാതെ അനുഗ്രഹം നിങ്ങൾക്കും ഈ സ്ഥാപനത്തിനും ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ സഹോദരൻ. എന്തായാലും ആ ബാധ്യതയും കൂടി ഫ്രീഡം ബസ് നമുക്ക് കിട്ടാൻ പറ്റില്ല തോമാച്ച. ചെറിയ അമൗണ്ടിന് കാര്യങ്ങളൊക്കെ പോയത്
മാസ്റ്ററോട് പറഞ്ഞില്ല കേട്ടോ ആ ഫോട്ടോയുടെ കാര്യം. ഞാൻ ഫോട്ടോയുടെ കാര്യം മാസ്റ്റർ കണ്ടായിരുന്നു. കണ്ടില്ല. ഇനി മാസ്റ്റർ വരുമോ അറിയില്ല. മാറ്റിയേ ഒരു തരത്തിൽ സമാധാനം തരുന്നില്ല കേട്ടോ. കാര്യം നമ്മൾ ഒന്നി സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പ്രസംഗിക്കും. വിശ്വാസികൾ വീട്ടിൽ വന്നാൽ ഇതിനെ കുറിച്ച് ഉപദേശം. ഇവിടെ ഇരിക്കാൻ സമാധാനം തരുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ചാക്കച്ച തോമച്ച മുതലാളി ആ ആരോ വരുന്നു. കണ്ടിട്ടൊരു പോലീസ് ലുക്കാണ്. പോലീസ് ലുക്ക്. ആരാ? നമ്മുടെ രാവിലെ നമുക്ക് നല്ല കസ്റ്റമർ ആയാലും വരുമായിരിക്കും. അന്നാണ് കസ്റ്റമർ. ഓക്കെ സാറേ വരണം. നമസ്കാരം. ഇരുന്നാട്ടെ. ആ എന്താണ് പേര്? എന്തിനാണ് വന്നത് താങ്കള്? ഞാനിവിടെ ഒരു റിയൽ കമ്പനി ജോലി ചെയ്യും. ആ പറഞ്ഞു. ഒരു വസ്തുവിന്റെ ഇടപാടൊന്നും കമ്പനി അറിയാതെ എനിക്കത് മറച്ചു കിട്ടുകയാണ്. അതൊക്കെ മോശമല്ലേ? പൈസ ഉണ്ടാക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു. അതുപോലെ നമ്മളിപ്പം കമ്പനിയുടെ സാലറി മാത്രം നമുക്ക് ജീവിക്കാം. താങ്കളെ അപ്പം ഒരു 3 ലക്ഷത്തിന്റെ വസ്തു അത് ഞാനിപ്പോൾ മേടിച്ചിട്ട് മറച്ചിരിക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ തന്നെ. അപ്പോൾ 7 ലക്ഷം രൂപ എനിക്ക് ലാഭം കിട്ടും. പക്ഷെ എനിക്ക് ആ 3 ലക്ഷം രൂപ എൻ്റെ എടുക്കാനില്ല. വേറൊരു വസ്തു മേടിച്ചിട്ട് എൻ്റെ പൈസ കേട്ടോ ജീവന്മാരെ, താങ്കളെ പോലുള്ളവരാണ് നമുക്ക് ഈ പ്രസ്ഥാനത്ത് വേണ്ടുന്നത്. താങ്കൾക്കറിയാമോ, കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനമാണ്. താങ്കൾ ഇപ്പോൾ ഇങ്ങോട്ട് നമ്മൾ വ്യവസായ ഒരു പുള്ളി അറിയപ്പെടായിരുന്നു. പുള്ളി 50 ലക്ഷം രൂപ ഇടപാട് എത്തിയിട്ടാ പോയത്. അതൊരു ഫാസ്റ്റ് അല്ല, നമ്മുടെ ഫാസ്റ്റ് അല്ല. മാസ്റ്റർ പീറ്റർ, ഞാൻ പറഞ്ഞുകൊണ്ട് ആളുകൾ സംസാരിക്കുന്നത് പ്രസ്ഥാനത്തോട് ആത്മാർത്ഥമാണ് ഞാൻ പറഞ്ഞേക്കാൻ. ഇവരെയൊക്കെ പ്രസ്ഥാനത്ത് വെച്ച പ്രസ്ഥാനം നശിച്ചു പോകത്തില്ലേ? താങ്കൾക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? 3 ലക്ഷം രൂപയ്ക്ക് 15% മാത്രമേ പലിശയുള്ളൂ. അത് 10-15 ഒക്കെ മേടിക്കുന്ന 15% പോകും. ഇപ്പൊ 5 ലക്ഷം എടുത്തപ്പോ ഇത് ഇവിടെ 10,000 രൂപ 10,000 രൂപ എടുക്കുന്നവർക്ക് 15% നമുക്ക് നക്കൽപ്പിച്ചുകൊണ്ട് മുതലാവത്തില്ല. നിങ്ങൾ വലിയ എമൗണ്ട് പിടിക്കുന്നവരെ നമുക്ക് മുതലാവത്തുള്ളൂ. ഓക്കെ പറഞ്ഞല്ലോ, താങ്കൾക്ക് പൈസ തരാം. പിന്നെ ഒന്നീ വീടിന്റെ വസ്തുവിന്റെ ആധാരമോ സ്വർണമോ മറ്റു വാസിപ്പൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ റെഡിയാക്കാം. അത് ഒരു ആധാരം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് എന്റെ പേരിലൊന്നും അല്ല, പിന്നെ വേറൊരാളെയാണ് നമ്മൾ അടുത്തോണ്ട് വന്ന. അത് മതിയോ? അപ്പൊ നിങ്ങൾ നമ്മളെപ്പോലുള്ള ആളാണോ? അല്ല, നമ്മൾ കാര്യം നടക്കട്ടെ. ആണോ? ആ തോമസ് സാറിന്റെ പേപ്പറുകളെല്ലാം റെഡി കൊടുക്കും. കാണിക്കാം. പക്ഷേ ആധാരം എന്തോ വീഡിയോ വെക്കുന്നത് കാണിച്ചാൽ ഞാൻ നോക്കി സാധനങ്ങളെല്ലാം മേടിച്ചിരുന്നു. പേപ്പർ റെഡിയാ. സാറ് വന്നപ്പോഴാണ് പേപ്പർ റെഡിയാ. ഇത് മതി നോക്കും. അതായത് മുൻപ്രമാണമല്ലയോ നമ്മുടെ മുൻപ്രമാണമാണെന്ന് തോന്നുന്നു. നമ്മളെ കളിപ്പിക്കല്ലേ? നമ്മള് തലമുറയായിട്ട് ഇത് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട. പണ്ടത്തെ കുഴപ്പമില്ല, കൊടുക്കാം. എല്ലാം റെഡിയാ, കുഴപ്പമൊന്നുമില്ല. ആ പേപ്പറിലെല്ലാം എന്തെങ്കിലും സാറിന് സംശയങ്ങൾ വല്ലതും ഉണ്ടോ? നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയർ ആണ്. സംശയമൊക്കെ ഞാൻ ഇപ്പൊ തന്നെ തീർത്ത് തരാം. സാറ് ഡീസന്റ് ആള്, കണ്ടാലേ അറിയത്തില്ലയോ? ഹലോ, ആ വയറും ചെള്ളയെ കണ്ടാലേ അറിയും എടുക്കാനാണ്. ജമലെ, ഇവിടെല്ലാം പുള്ളി പൈസ ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. നിങ്ങൾ ഇങ്ങോട്ട് പോരെ. ഓക്കെ, പേടിക്കണ്ട. IPS ജയകുമാർ സാറ് പോലീസാണ്. മുതലാളി പോലീസാണ്. ആരാണോ അത്? ഇതിന്റെ വേറെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. നിന്നെ കുറിച്ച് എല്ലാം ചെക്ക് ചെയ്ത് നമ്മളെടുത്ത കളി ഹലോ വാസു, പെട്ടെന്ന് പോരെ. മുതലാളി പെട്ടെന്ന് പോരെ. തോമച്ച ആ ഫോണെടുത്ത മന്ത്രിയെ വിളിച്ചേ. മുതലാളി ഞാൻ വാസുവിനെ വിളിച്ചിട്ടുണ്ട്. അതൊന്നും എടുക്കല്ലേ? അതൊക്കെ മുതലാളി ഞാൻ പറഞ്ഞില്ലായിരുന്നു. വാസുവിന് ഇവരെ അടിച്ച് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാം. അതൊരു സൂക്ഷിക്കാൻ സാധനങ്ങളാണ്.
നമ്മളെ കയ്യാളാ. ആണ് പേര് ഞങ്ങൾ പലപ്പോഴും പല പേരും വിളിക്കുന്നത്. ഞങ്ങൾ വിളിക്കുന്നത് പാസ്പോ എന്നാണ് വിളിക്കുന്നത്. ഓരോരുത്തരും ഓരോ പേരാ. കയ്യാൽ ചെയ്തോ? പാസ്പോ നീ പേടിക്കണ്ട, ഞാൻ മന്ത്രിമാരെ വിളിച്ചോളാം. കയ്യാലിന്റെ മുതുകിട്ട സാറിന് നല്ലൊരു കൈമുടക്കാൻ തരും. സാറിന് എത്ര ലക്ഷം രൂപ നാളെ കരുതട്ടെ. ഞാൻ സമൂഹത്തിൽ വലിയ ഒരാളാണ്. വെറുതൊന്നുമല്ലല്ലോ, പറഞ്ഞു തരാമല്ലോ. പാസ്റ്റോ വീണ്ടും അനുഗ്രഹം കൊണ്ടായിരിക്കും. ഇപ്പൊ അനുഗ്രഹിച്ചിട്ട് പോയതുള്ളത് ആ അനുഗ്രഹം വന്നു. ഇപ്പൊ പാസ്റ്റെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. മുതലാളിയല്ലേ എന്നെ കുലുക്കി. ഞാൻ ഇവരുടെ സഭയിലെ പാസ്റ്ററാണ്. ഏത് സഭയാണ്? നിങ്ങളുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയും. അതെന്തോ സഭയാണ്? അത് നല്ല അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. മർത്തോമ ഓർത്തഡോക്സ് എന്നൊക്കെ കാത്തലിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്ത് ഈ അസംബ്ലീസ് ഓഫ് ഗോഡ്? അസംബ്ലി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അസംബ്ലി. സാറേ ഇതൊന്നും അറിയാൻ പറ്റുന്നുണ്ടോ സാറിന്? ഇത് ഞങ്ങളുടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ഇതൊക്കെ നിങ്ങളുടെ വേഷം എന്താ? കുപ്പായം എന്താ? കാരണം ഈ അച്ഛന്മാരെന്ന് കാണുമ്പോൾ നല്ല കുപ്പായവും എന്ത് അല്ല എന്റെ പോയി ഞങ്ങൾ സഹോദര, ഇത് ഡ്രസ്സിലല്ല കാര്യം, ജീവിതത്തിലാണ് കാര്യം. മുടിയെല്ലാം കൊഴിഞ്ഞു നിങ്ങളുടെ ബൈബിളിൽ ഇതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ബിസിനസ് നടത്താനാണ് പറയുന്നത്. കൊള്ള പെൻഷൻ മേടിച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെ ഇവരൊക്കെ ഒന്നും ചെയ്യത്തില്ല. ഞാൻ പുഷ്പം ഇറക്കിട്ട് വരാം. ഇവനെ എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നറിയിക്കും. സാറേ ഇവരെ ഞാനാണെങ്കിൽ സഭയിൽ നിന്ന് കളഞ്ഞാൽ 24 മണിക്കൂറോടെ അവരെ എനിക്ക് ഒരു ട്രാൻസ്ഫർ തരും. പോലീസുകാരുടെ അവസ്ഥ തന്നെയാണ് പാസ്റ്റർമാർക്ക്. എപ്പോഴാ ട്രാൻസ്ഫർ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സാറേ ഇത് നമ്മുടെ സഭയിൽ ഒരു നല്ല വിശ്വാസിയാണ്. ഞാൻ വിശ്വാസിയുടെ പാവമാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ കൊണ്ട് ഇങ്ങനെ ബിസിനസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ശരിയാക്കി. നീ ഇപ്പൊ നമ്മളെ ജഡ്ജ് ബാലകൃഷ്ണന്റെ അടുത്ത് പോയിട്ട് നീ ഇവിടെ ഇവന്റെ കാര്യങ്ങളൊക്കെ ഇവന്റെ സ്വിസ് ബാങ്ക് അക്കൗണ്ട് എല്ലാം ഞങ്ങൾ മനോപിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവ ഇങ്ങനെ ഭയങ്കര പുള്ളിയാണ്. മൂന്നാല് കുറെ വസ്തു മേടിച്ചിട്ടുണ്ട്. അത് നിനക്ക് അറിയോ? മോളെ ഞാൻ കെട്ടിച്ചു വിടാതെ ഓർമ്മയാണോ? ഞാൻ മനസ്സിലാക്കപ്പെട്ട് സഭയിൽ കൂടാ. ഇവൻ വന്നിട്ട് ജഡ്ജിന്റെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും പിന്നെ മൊഴിയെടുത്തിട്ട് ഇവനെ വാപ്പസ് ചെയ്യട്ടെ. ഇവന്റെ കാര്യമൊക്കെ ഇവൻ പാവാണ് ഭാഷ ഉള്ളത് മാത്രം ഞാൻ ഇവന്റെ കാര്യം ശരിയാക്കാം. ഞാനും ആ സഭയിലെ വിശ്വാസിയാ. മറ്റേ വിശ്വാസം കാണിക്കുന്നത് കാണിക്കും. ഞാൻ ഭയങ്കര ആരാധിക്കുന്നില്ലയോ? സഹോദരനെ ഞാൻ ഒന്നിനും ഉപദേശിച്ചതാണ്. സഹോദരനെ ദൈവം രക്ഷിക്കും. സാറേ എന്നെ ഒന്ന് രക്ഷിക്കും. ഞാൻ ഈ മേലെ പ്രവർത്തിക്കില്ല. ഇനി നിനക്ക് വകുപ്പ് കൂടി മാറിക്കണം. ഇനി എന്റെ വൈകിട്ടിരിക്കരുത്. പൊന്നമ്മ എനിക്ക് ഞാൻ 2 ദിവസമായിട്ട് മീൻ മേടിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു പൊട്ട ടെസ്റ്റ് വെച്ച് വന്നു. ഞാനത് കുടിച്ച് എന്റെ വയറൊക്കെ പെരുവിയിരിക്കുക. ഗ്യാസ് ഇതിലെ കൂടെ ഒക്കെ പോകുന്നത് അറിയാൻ പറ്റത്തില്ല. പബ്ലിക് കാണുന്നവർ എഴുതി കൊണ്ടുപോകണം. വാസുകൊണ്ട് ഭയങ്കര തടവണം കാണിച്ചത് ഞാൻ മീൻ കച്ചവടത്തിന് പോകുന്നു. വാസു എനിക്ക് നാണക്കിടന്ന് പിടിച്ചോ. പോവാ നോക്കിക്കൊണ്ടിരിക്കുന്നത് നീ ഇപ്പോൾ നീതിമാനായില്ലയോ? എല്ലാം തെറ്റി എന്റെ വരെ കഴിച്ചു വെച്ചു ഇല്ലയോ? വാസുവേ വാസു എന്റെ ജാമ്യത്തിൽ ഇറക്കാൻ വരണേ. സാറേ ഒന്നുകൂടെ ക്ഷണിച്ചോടാ എന്റെ അടുത്ത്. ഞാൻ ജയിലിൽ ഇറക്കാൻ കാണിച്ചു തരാം.
ഞാനല്ലോ നമ്മുടെ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസിയായിരുന്നു. ദൈവസന്നിധി വിട്ട് അകന്നുപോയി അനേക തെറ്റുകൾ ചെയ്തു. മനുഷ്യരുടെ മുമ്പിൽ ഒരിക്കൽ പോലും തെറ്റ് ചെയ്താലും അതിന് ദൈവം ക്ഷമിക്കത്തില്ല. ഒരുത്തൻ ദൈവസന്നിധി വിട്ട് അകന്നുപോയാൽ അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശക്തിയും കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങളിൽ ആരും ഈ ബിസിനസ് ചെയ്ത് നശിക്കരുത്. ഞാൻ വചനത്തിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മൾ ഭൂമിയിലോട്ടൊന്നും കൊണ്ടുവരുന്നില്ല, ഇവിടുന്നൊന്നും കൊണ്ടുപോകുന്നുമില്ല. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്ക് കാരണമാകിയാൽ നിങ്ങളിൽ ചിലർ അത് ആഗ്രഹിച്ചിട്ടും വിശ്വാസം വിട്ട് ബഹു കഷ്ടങ്ങൾക്ക് അധീനരായി തീരുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ ഇവ വിട്ടകന്ന് സ്നേഹം, ദയ, വിശ്വസ്ത എന്നിവയെ പിൻപറ്റുക. Holy